നോക്കാൻ പോകുന്നത് സുപ്രീം കോടതിയെ പറ്റിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും LGS, LDC എന്നീ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ആ ഒരു ലെവലിലാണ് ഞാൻ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തുടങ്ങാം. ഇപ്പൊ സുപ്രീം കോടതി എന്ന് പറയുന്ന ജുഡീഷ്യറിയാണ് അല്ലെ. ജുഡീഷ്യറി എന്ന് പറയുന്നതാണ്. സുപ്രീം കോടതി മാത്രമല്ല, ജുഡീഷ്യറി എന്ന് മൊത്തത്തിൽ പറയുന്നത് കോടതികള്. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികള്, മുനിസിപ്പൽ കോടതികള്, അങ്ങനെയുള്ള കോടതികളെല്ലാം കൂടെ കൂടിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. നിയമനിർമ്മാണ വിഭാഗം പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഭരണഘടനയും വ്യക്തികളും തമ്മിലും, വ്യക്തിയും ഗവൺമെന്റുകൾ തമ്മിലും, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും, സംസ്ഥാനങ്ങൾ തമ്മിലും ഉണ്ടാകുന്ന തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി മീൻസ് സുപ്രീം കോടതിയെ പറ്റിയാണ് ഈ പറയുന്നത്. സുപ്രീം കോടതിയാണ് അതിന്റെയൊക്കെ പരിഹാരം കാണുന്നത്. അതായത് ഭരണഘടനയും വ്യക്തികളും തമ്മിലും, വ്യക്തിയും ഗവൺമെന്റ് തമ്മിലും, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും, സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള പരമോന്നത നീതി സ്ഥാപനമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള പരമോന്നത നീതിന്യായ സ്ഥാപനമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമാണ്. ഇമ്പോർട്ടന്റ് ആണ്. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ അല്ലെ, ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാന് സുപ്രീം കോടതിക്ക് അധികാരം ഉണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാന് സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. രാജ്യത്തെ ഏത് കോടതിയിൽ നിന്നും വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലോട്ട് മാറ്റാം. ഇപ്പൊ രാജ്യത്തെ ഏത് കോടതിയിൽ നിന്നും വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കേസുകളാണ്. കേസുകൾ സുപ്രീം കോടതിയിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് വ്യവഹാരങ്ങൾ മാറ്റുന്നു. ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് വ്യവഹാരങ്ങൾ മാറ്റുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 പ്രകാരം ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ സുപ്രീം കോടതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 124 ആണ്. 124. സുപ്രീം കോടതിയെ പറ്റി പറയുന്ന അനുച്ഛേദം ഏതാണ്? 124 ആണ്. 124. അപ്പൊ സുപ്രീം കോടതിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് 124 മുതൽ 147 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. സുപ്രീം കോടതിയെ പറ്റി പറയുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 124 മുതൽ 147 വരെയാണ്. അതിലൊരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 124. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നൊക്കെ പറയുന്നത് ആരാണ്? സുപ്രീം കോടതിയെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ അല്ലെങ്കിൽ കാവൽക്കാരൻ എന്നൊക്കെ പറയുന്നത് സുപ്രീം കോടതിയെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 5-ലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ഭാഗം 5-ലാണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അത് 124-ആണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് 124-ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായിട്ട് മാറിയത്. അപ്പം സുപ്രീം കോടതി രൂപീകരിച്ചത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് അല്ലെ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടത്. പക്ഷെ സ്ഥാപിച്ചത് എന്നാണ്? 1937-ലാണ്. 37-ൽ സ്ഥാപിച്ചു. അന്ന് അത് പറഞ്ഞിരുന്നത് എന്താണ്? ഫെഡറൽ കോടതി എന്നാണ് അന്ന് അതറിയപ്പെട്ടിരുന്നത്. പിന്നീട് നമുക്ക് ഭരണഘടന രൂപീകരിച്ചു അല്ലെ, സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം ഭരണഘടന 1950 രൂപീകരിച്ചു. അതിനുശേഷമാണ് സുപ്രീം കോടതി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടെ 1950
ജനുവരി 26-ന് സുപ്രീം കോടതി നിലവിൽ വന്നു. അപ്പൊ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26-നാണ്. അതായത് ഭരണഘടന പ്രാബല്യത്തിൽ വന്ന അന്ന് തന്നെ സുപ്രീം കോടതിയും ഒഫീഷ്യലായിട്ട് നിലവിൽ വന്നു. 1950 ജനുവരി 26 അന്നാണ് ഭരണഘടന നിലവിൽ വന്നത്. അന്ന് തന്നെ സുപ്രീം കോടതിയും നിലവിൽ വന്നു. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് വേറൊരു ഡേറ്റ് ആണ്. എന്ത്? സുപ്രീം കോടതി നിലവിൽ വന്നതെന്നും പറഞ്ഞുകൊണ്ട് സാധാരണ ബുക്കുകളില്, റാങ്ക് ഫയലുകളില് അല്ലെങ്കിൽ PSCയുടെ ഉത്തരവൊക്കെ ആയിട്ട് പറയുന്നത് 1950 ജനുവരി 28 അതായത് ഈ ഡേറ്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡേറ്റ് ആണ്. ഉദ്ഘാടനം, അതാണ് നമ്മൾ നിലവിൽ വന്ന ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1950 ജനുവരി 28-നാണ്. അപ്പൊ സുപ്രീം കോടതി നിലവിൽ വന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ഡേറ്റ് ആണ്. 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. ശരിക്കും ജനുവരി 26-ന് തന്നെ നിലവിൽ വന്നു. പക്ഷെ ഉദ്ഘാടനം നടന്നത് പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ടാണ്. 1950 ജനുവരി 28-നാണ്. അപ്പൊ ഓപ്ഷൻസ് ഒക്കെ നോക്കി ആൻസർ ചെയ്യുക. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിന് 2 ദിവസത്തിന് ശേഷം 1950 ജനുവരി 28-ന് സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പൊ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം 2 ദിവസത്തിന് ശേഷം 1950 ജനുവരി 28-ന് സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എങ്ങനെ വന്നാലും 2 ദിവസം ഓപ്ഷനിൽ കാണത്തില്ലായിരിക്കാം എന്ന് വിചാരിക്കാം. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്താണ്? യഥോധർമ്മ സ്തതോ ജയ എന്നാണ്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്താണ്? യഥോധർമ്മ സ്തതോ ജയ എന്നാണ്. അതായത് എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടായിരിക്കും. സുപ്രീം കോടതിയിൽ കാണുന്ന ശില്പം അമ്മയും കുഞ്ഞുമാണ്. സുപ്രീം കോടതിയിൽ കാണപ്പെടുന്ന ശില്പം അമ്മയും കുഞ്ഞുമാണ്. അതായത് സുപ്രീം കോടതിക്കുള്ളിലുള്ള ഇത് ഈ പുറത്ത് സുപ്രീം കോടതിയുടെ പുറത്ത് കാണപ്പെടുന്നതാണ്. ഇതാണ് അമ്മയും കുഞ്ഞിന്റെയും ചിത്രം. കണ്ടാൽ അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടാൽ തോന്നില്ല, എന്നാലും അമ്മയും കുഞ്ഞിന്റെയും ചിത്രമാണത്. ഉള്ളിലുള്ളത് നമുക്കറിയാം. കോടതിക്ക് അകത്തുള്ളത് എന്താണ്? നീതിദേവതയാണ് അല്ലെ? നീതിദേവതയാണത്. ഇത് അമ്മയും കുഞ്ഞുമാണ്. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹിയാണ്. തിലക് മാർഗ്. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ തിലക് മാർഗ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 8 ആയിരുന്നു. 8. അതായത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 പേരായിരുന്നു. 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34 ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. അതായത് ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജിമാരുമാണുള്ളത്. ഇതാണ് നിലവിലത്തെ അംഗസംഖ്യ. നിലവില് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 34. 2019 ഭേദഗതി പ്രകാരമാണ് 34 അംഗങ്ങളെ ആക്കിയത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരാണ്. സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ഇംഗ്ലീഷിലാണ് നടക്കുന്നത്. ഓർത്ത് വെക്കുക. സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ഇംഗ്ലീഷിലാണ്. ഹിന്ദിയാണെന്നൊന്നും പറഞ്ഞേക്കരുത്. സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ഇംഗ്ലീഷിലാണ്. പാർലമെന്റ് നിയമത്താൽ വിജ്ഞാപനം ഇറക്കുന്നത് വരെ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവിടങ്ങളിലെ നടപടികൾ ഇംഗ്ലീഷിലായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് 348. പാർലമെന്റ് നിയമത്താൽ വിജ്ഞാപനം ഇറക്കുന്നത് വരെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഭാഷകൾ എങ്ങനെയായിരിക്കണം? ഇംഗ്ലീഷിൽ ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് 348. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദം ഏതാണ്? 343. ഇപ്പൊ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇതൊക്കെ ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഔദ്യോഗിക ഭാഷയാണ് കേട്ടോ. ഔദ്യോഗിക ഭാഷ, നാഷണൽ ലാംഗ്വേജ് അല്ല. ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദമാണ് 343.
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ആരുടെ മുൻപിലാണ്? രാഷ്ട്രപതിയുടെ മുൻപിലാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110-001 ആണ്. 110-001. മുമ്പ് 110-201 ആയിരുന്നു. പണ്ടത്തെയാണ്. 110-201 ആയിരുന്നു. ഇതൊന്നും ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ പിൻകോഡ് നോക്കി വെക്കുക. 110-001 ആണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ് വഴിയാണ് അവരെ നീക്കം ചെയ്യുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേരെന്താണ്? ഇംപീച്ച്മെന്റ് ആണ്. ഇംപീച്ച്മെന്റ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമാണ് ജഡ്ജസ് ആക്ട് 1968. സുപ്രീം കോടതി ജഡ്ജിമാരെ ഇംപീച്ച്മെന്റ് നടപടികളെ പറ്റി പറയുന്ന നിയമമാണ് ജഡ്ജസ് ആക്ട് 1968. ജഡ്ജസ് ആക്ട് 1968 സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം എന്തായിരിക്കും? തെളിയിക്കപ്പെട്ട ദുർവൃത്തി അല്ലെങ്കിൽ അപ്രാപ്തിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? തെളിയിക്കപ്പെട്ട ദുർവൃത്തി അല്ലെങ്കിൽ അപ്രാപ്തി. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 100 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്? 100 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 50 അംഗങ്ങളുടെ. അതായത് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 50 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇനി അന്വേഷണ നടപടിക്രമമുണ്ട്. പ്രമേയം അവതരിപ്പിച്ചു, അതിനുശേഷം 100 ലോക്സഭാ അംഗങ്ങളോ 50 രാജ്യസഭാ അംഗങ്ങളോ ഒപ്പിട്ട് നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അപ്പൊ എന്താണ്? ഇപ്പൊ ലോക്സഭയിലോ രാജ്യസഭയിലോ ആദ്യം നമ്മൾ അവതരിപ്പിക്കുന്നു. അതിനുശേഷം എന്താണ്? ഇപ്പൊ ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ 100 പേരും, രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ 50 പേരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ 100 ലോക്സഭാ അംഗങ്ങളോ 50 രാജ്യസഭാ അംഗങ്ങളോ ഒപ്പിട്ട നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. കമ്മിറ്റിയുടെ ഘടന എങ്ങനെയാണ്? കമ്മിറ്റിയിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി, ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഒരു പ്രശസ്ത നിയമജ്ഞൻ എന്നിവർ ഉൾപ്പെടുന്നു. അപ്പൊ ആ കമ്മിറ്റിയിൽ ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? കമ്മിറ്റിയിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരിക്കും, ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു പ്രശസ്ത നിയമജ്ഞൻ. ഇങ്ങനെ 3 പേരടങ്ങുന്നതാണ് ആ കമ്മിറ്റി. ഇനി ജഡ്ജിയുടെ പ്രതിരോധം. സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യാനും കഴിവില്ലായ്മ അല്ലെങ്കിൽ മോശം പെരുമാറ്റം എന്നീ കുറ്റങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാനും ജഡ്ജിക്ക് അവകാശമുണ്ട്. അപ്പൊ എന്താണ്? ജഡ്ജിക്ക് പ്രതിരോധിക്കാം. എങ്ങനെ? സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യാനും കഴിവില്ലായ്മ അല്ലെങ്കിൽ മോശം പെരുമാറ്റം എന്നീ കുറ്റങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാനും ജഡ്ജിക്ക് അവകാശമുണ്ട്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. 2/3 ഭൂരിപക്ഷം. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവർ, അതായത് അന്ന് സഭയിലുള്ളവരില് 2/3 ഭൂരിപക്ഷം വോട്ട് ലഭിച്ചിരിക്കണം. 2/3 ഭൂരിപക്ഷം വോട്ട് ലഭിച്ചിരിക്കണം. പക്ഷെ ഈ ഭൂരിപക്ഷം എങ്ങനെയാണ്? സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല. അങ്ങനെ കൂടിയുണ്ട്. അതായത് സഭയിൽ ഹാജരായവരിൽ 2/3 വോട്ടും വേണം. പിന്നെ മൊത്തത്തിലുള്ള അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല. അതായത് ഇപ്പൊ ലോക്സഭയിലാണ് നമ്മൾ പ്രമേയം അവതരിപ്പിക്കുന്നതെന്നിരിക്കട്ടെ, അവതരിപ്പിച്ചു, അത് പാസ്സാകണമെങ്കിൽ ലോക്സഭയിലെ അംഗങ്ങൾ എത്രയാണ്? 543 അംഗങ്ങളാണുള്ളത്. 543 അംഗങ്ങൾ.
അപ്പൊ അവരുടെ കേവല ഭൂരിപക്ഷം എന്ന് പറയുമ്പോഴത്തേന് അത് എത്ര വരും? 543ന്റെ ഏകദേശം 272 വരും അല്ലെ? 272. അപ്പൊ അന്ന് 400 പേരാണ് 450 പേര് 450 പേര് അന്ന് ലോക്സഭയിൽ ഹാജരായെങ്കിൽ അതിന്റെ മൂന്നിൽ രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് എത്ര വരും? 300 വരും അല്ലെ? 300 വോട്ട് നേടണം. അപ്പൊ 300 വോട്ട് നേടിയെന്നിരിക്കട്ടെ. ഈ 300 വോട്ട് എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് 50% കൂടുതലാണ്. 50% കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പം 272 മുകളിലാണല്ലോ 300 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? അത് ആ പ്രമേയം പാസ്സായി. ഇനി അന്ന് അത്രയും ആൾക്കാർ വന്നില്ല. ഒരു 400 പേരാ വന്നെന്നിരിക്കട്ടെ. ഒരു 400 പേരെ അന്ന് ലോക്സഭയിൽ ഹാജരായിട്ടുള്ളൂ. അപ്പൊ 400ന്റെ 2 എന്ന് പറയുമ്പോഴത്തേക്കിന് എത്ര വരും? 400ന്റെ 2 എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 133. 133 ഇൻറ്റു 2 266. 266 വരും. ഈ 266 വോട്ട് ലഭിച്ചു എന്നിരിക്കട്ടെ. പക്ഷെ ഇത് 272 കുറവല്ലേ? 272 കുറവായതുകൊണ്ട് ആ പ്രമേയം പാസ്സാക്കപ്പെടത്തില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്. 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്നത് ഈ വിധമാണ്. ഇതുപോലെ തന്നെയാണ് രാജ്യസഭയിലും ഇതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 സഭയിലും പാസ്സാക്കി കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കാനായിട്ടുള്ള നിയമം വരും. സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 124(4). സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? 124(4) സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സാണ്. 65 വയസ്സ്. അതിനെപ്പറ്റി പറയുന്നത് 124(2) എന്ന അനുച്ഛേദത്തിലാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. 124(2) എന്ന അനുച്ഛേദത്തിലാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്നതിന് എന്തൊക്കെ യോഗ്യതകളായിരിക്കും ഒരാൾക്ക് വേണ്ടത്? സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്നതിന് വേണ്ട യോഗ്യതകളെ പറ്റി പറയാം. ഒരാള് ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പൊ പ്രധാനമായിട്ടും എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. കുറഞ്ഞത് 5 വർഷമെങ്കിലും ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി അഭിഭാഷകനോ ആയിരിക്കണം. കുറഞ്ഞത് 5 വർഷമെങ്കിലും ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി അഭിഭാഷകനോ ആയിരിക്കണം. ഹൈക്കോടതി അഭിഭാഷകൻ എന്ന് പറയുന്നത് 10 വർഷത്തെയാണ് പറയുന്നത്. 10 വർഷത്തെ പരിചയം വേണം. ഹൈക്കോടതിയിൽ അഭിഭാഷകനായി 10 വർഷം ഇരിക്കണം. അല്ലെങ്കിൽ 5 വർഷം ജഡ്ജി ആയിട്ടിരിക്കണം. അതല്ലെങ്കിൽ എന്താണ്? രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു വിശിഷ്ട നിയമജ്ഞനായിരിക്കണം. അപ്പൊ ഒന്നുകൂടി പറയാം, എന്താണ് ഒരു സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത? ഒന്നാമത്തേത്, അയാൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ കുറഞ്ഞത് 5 വർഷമെങ്കിലും ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. പിന്നെ ഹൈക്കോടതി അഭിഭാഷകനായി 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 10 വർഷമായിട്ട് ഹൈക്കോടതി അഭിഭാഷകനായിരിക്കണം. പിന്നെ അതുമല്ലെങ്കിൽ എന്തായിരിക്കും? രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു വിശിഷ്ട നിയമജ്ഞനായിരിക്കണം. ഇത്ര യോഗ്യതകളാണ് ഒരു സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് നിയമിക്കപ്പെടാനായിട്ട് വേണ്ടത്. സുപ്രീം കോടതിയിലെ അഡ്ഹോക്ക് ജഡ്ജിയായി നിയമിക്കപ്പെടാവുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിക്കും സുപ്രീം കോടതിയിലോ ഹൈക്കോടതികളിലോ നിന്ന് വിരമിച്ച ജഡ്ജിമാർക്ക് ആ കോടതിയിലെ ജഡ്ജിമാരായി ഇരിക്കാനും പ്രവർത്തിക്കാനും ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. അപ്പൊ എങ്ങനെയാണ്? സുപ്രീം കോടതിയിലെ അഡ്ഹോക്ക് ജഡ്ജിയായി നിയമിക്കപ്പെടാവുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിക്കും സുപ്രീം കോടതിയിലോ ഹൈക്കോടതികളിലോ നിന്നുള്ള വിരമിച്ച ജഡ്ജിമാർക്ക് ആ കോടതിയിലെ ജഡ്ജിമാരായി ഇരിക്കാനും പ്രവർത്തിക്കാനും ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. ഇനി സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ കേസുകളിലാണ് സുപ്രീം കോടതിക്ക് അധികാരമുള്ളത് എന്നാണ് പറയുന്നത്. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. ഒന്നാമത്തേത് എന്താണ്? മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ. ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ സുപ്രീം കോടതിയിലാണ് വരുന്നത്.
സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ അത് സുപ്രീം കോടതിയാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം അല്ലെ, കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിലൊക്കെ സുപ്രീം കോടതിയിലാണ് നമ്മൾ പോകുന്നത് അല്ലെ. സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നത്. ഭരണഘടനാ വകുപ്പുകളുടെയും നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമങ്ങളുടെയും വ്യാഖ്യാനം സംബന്ധിച്ച കേസുകൾ. അപ്പൊ എന്താണ്? ഭരണഘടനാ വകുപ്പുകളുടെയും നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമങ്ങളുടെയും വ്യാഖ്യാനം സംബന്ധിച്ച കേസുകൾ സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നത്. പിന്നെ എന്താണ്? സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ കൈകാര്യം ചെയ്തതും സുപ്രീം കോടതിയാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഭരണഘടനാ വകുപ്പുകളുടെയും നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമങ്ങളുടെയും വ്യാഖ്യാനം സംബന്ധിച്ച കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ നോക്കുന്നതും സുപ്രീം കോടതിയാണ്. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കുന്നത്? ആർട്ടിക്കിൾ 143 ആർട്ടിക്കിൾ 143. എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി രാഷ്ട്രപതിക്ക് സംശയം ഉണ്ടെങ്കിൽ, നിയമപരമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ നിയമവശങ്ങളെ പറ്റി സുപ്രീം കോടതിയോട് ചോദിക്കാം. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു നിയമത്തെ പറ്റി, എന്തെങ്കിലും ഒരു നിയമം പാസ്സാക്കാനോ ഒരു ബില്ല് പാസ്സാക്കാനോ എന്തെങ്കിലും രാഷ്ട്രപതിയുടെ അടുത്ത് വരുവാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയോട് ചോദിക്കാം, ഇത് നിയമപരമാണോ എന്ന് ചോദിക്കാം. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കുന്നത്? ആർട്ടിക്കിൾ 143 അനുസരിച്ചാണ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,80,000 രൂപയാണ്. ബേസിക് സാലറിയാണ് കേട്ടോ. അലവൻസ് ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അലവൻസ് ഒക്കെ വേറെയുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,80,000 രൂപയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം 2,50,000 രൂപയാണ്. 2,50,000 രൂപ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വിലയിരുത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നമ്മൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ഏക ചീഫ് ജസ്റ്റിസ് ആരാണ്? എം ഹിദായത്തുള്ളയാണ്. ഹിദായത്തുള്ള. രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിച്ചിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ എം ഹിദായത്തുള്ളയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയാണ്. ഹരിലാൽ ജെ കനിയ സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. അതായത് സുപ്രീം കോടതി നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹരിലാൽ ജെ കനിയാണ്. ജെ കനിയ എന്ന് പറയും. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരാണ്? ജി ബാലകൃഷ്ണനാണ് അല്ലെ. ജി ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി. ജി ബാലകൃഷ്ണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തിയും കൂടെയാണ് ജി ബാലകൃഷ്ണൻ. ഇനി ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡാണ്. വൈ വി ചന്ദ്രചൂഡ്. വൈ വി ചന്ദ്രചൂഡ്. ചന്ദ്രചൂഡാണ്. ചന്ദ്രചൂഡ്. അതായത് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി സേവനം അനുഷ്ഠിച്ചത് വൈ വി ചന്ദ്രചൂഡാണ്. വൈ വി ചന്ദ്രചൂഡ്.
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രായവും അതായത് കാലാവധി എന്ന് പറയുന്നതും 65 വയസ്സ് വരെയാണ്. 65 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ അവര് വിരമിക്കും. അതുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പ്രത്യേക യോഗ്യതയൊന്നും അങ്ങനെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും സുപ്രീം കോടതി ജഡ്ജ് ആകാനുള്ള യോഗ്യത പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ജഡ്ജായി അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ജഡ്ജിനെയാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് അവരുടെ യോഗ്യതയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. സീനിയർ ആയിട്ടുള്ള റൊട്ടേഷൻ അനുസരിച്ച് ഓരോരുത്തരുടെ റൊട്ടേഷൻ അനുസരിച്ച് സീനിയർ ജഡ്ജിമാരെയാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുന്നത്. അവർക്ക് 65 വയസ്സാകുമ്പോൾ അവർ വിരമിക്കുന്നു. പിന്നെ അടുത്ത ആളെ കയറുന്നു. അപ്പം YV ചന്ദ്രചൂഡാണ് 7 വർഷം 5 മാസം അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്നു. ഇനി ഏറ്റവും കുറച്ചു കാലം ഇരുന്നത് KN സിംഗ് ആണ്. KN സിംഗ് ഏറ്റവും കുറച്ചു കാലം ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരുന്നത് KN സിംഗ് ആണ്. 17 ദിവസം മാത്രമാണ് ഇരുന്നത്. ഈ 17 ദിവസം പറയുമ്പോൾ 17 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് 65 വയസ്സായി, അങ്ങനെ വേണം കരുതാൻ. അടുത്തത് ജുഡീഷ്യറി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് ജുഡീഷ്യറി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. റിമൂവൽ ഓഫ് ജഡ്ജസ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. റിമൂവൽ ഓഫ് ജഡ്ജസിന്റെ റിമൂവല് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ പറഞ്ഞു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജയകനിയാണ്. ആദ്യ മലയാളി ആരാണ്? KG ബാലകൃഷ്ണനാണ്. ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി KG ബാലകൃഷ്ണനാണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് സൂര്യകാന്ത്. ഹരിയാനയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ഹരിയാനയാണ്. കാലാവധി 2027 ഫെബ്രുവരി 9 വരെയുണ്ട്. കാലാവധി 2027 ഫെബ്രുവരി 9 വരെയുണ്ട്. അത് പഠിച്ചു വെക്കുക. സൂര്യകാന്ത്. ഇനി സുപ്രീം കോടതിയുടെ അധികാര പരിധിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സുപ്രീം കോടതിയുടെ അധികാര പരിധി. എന്തൊക്കെ അധികാരങ്ങളാണ് സുപ്രീം കോടതിക്കുള്ളത്? ആദ്യമായിട്ട് തനത് അധികാരമുണ്ട്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. തനത് അധികാരം. ഇനി എന്തൊക്കെയാണ് തനത് അധികാരം നോക്കാം. സുപ്രീം കോടതിക്ക് മാത്രമുള്ള അധികാരത്തെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തനത് അധികാരം? സുപ്രീം കോടതിക്ക് മാത്രമുള്ള അധികാരത്തെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ തനത് അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 131. ഓർത്തു വെക്കുക. സുപ്രീം കോടതിയുടെ തനത് അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 131. ചില വ്യവഹാരങ്ങൾ കീഴ്ക്കോടതികളിൽ എത്താതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്കെടുക്കാവുന്നതാണ്. അത് തനത് അധികാരത്തിൽ വരുന്നതാണ്. ചില വ്യവഹാരങ്ങൾ കീഴ്ക്കോടതികളിൽ എത്താതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് എടുക്കാവുന്നതാണ്. ഫെഡറൽ സമ്പ്രദായത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലുള്ള വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും നിയമപരമായ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അധികാരം നിഷിദ്ധമായിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. അപ്പൊ എന്താണ്? ഫെഡറൽ സമ്പ്രദായത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലും വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും നിയമപരമായ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലോ ഉള്ള നിയമപരമായ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതിന്റെ തീർപ്പ് കൽപ്പിക്കുന്നത് സുപ്രീം കോടതിയാണ്. അത് തനത് അധികാരമാണ്. തനത് അധികാരം അത് സുപ്രീം കോടതി മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള അധികാരമാണ് തനത് അധികാരം എന്ന് പറയുന്നത്. ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കുന്നതിനുള്ള അധികാരം ഹൈക്കോടതികൾക്കോ മറ്റ് കീഴ്ക്കോടതികൾക്കോ ഇല്ല. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഹൈക്കോടതിയിലോ കീഴ്ക്കോടതിയിലോ വരില്ല. അത് നേരെ സുപ്രീം കോടതിയിലോട്ടാണ് പോകുന്നത്. ഏതൊരു വ്യക്തിക്കും അയാളുടെ ഏതെങ്കിലും ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ പരിഹാരത്തിനായി നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പൊ എന്താണ്? ഏതൊരു വ്യക്തിക്കും അയാളുടെ ഏതെങ്കിലും മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ പരിഹാരത്തിനായി നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാം. സുപ്രീം കോടതിയിൽ സമീപിക്കാവുന്നതാണ്.
മൗലിക അവകാശം പുനഃസ്ഥാപിക്കുന്നതിനായി റിട്ടുകളുടെ രൂപത്തിൽ സുപ്രീം കോടതിക്ക് പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. അപ്പം മൗലികാവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് റിട്ടുകളുടെ രൂപത്തിൽ സുപ്രീം കോടതിക്ക് പ്രത്യേകം ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് തനത് അധികാരത്തിൽ വരുന്നത്. അടുത്തതാണ് അപ്പീൽ അധികാരം. അടുത്തതാണ് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം. ഹൈക്കോടതിയുടെ തീർപ്പുകൾക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് അപ്പീൽ അധികാരം? ഹൈക്കോടതിയുടെ തീർപ്പുകൾക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 132, 133, 134 എന്നിവ. സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 132, 133, 134 എന്നിവയാണ്. ക്രിമിനൽ കുറ്റങ്ങളിൽ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ച ഒരാൾക്ക് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ അപ്പീലുമായി സമീപിക്കാവുന്നതാണ്. അപ്പൊ എന്താണ്? ക്രിമിനൽ കുറ്റങ്ങളിൽ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ച ഒരാൾക്ക് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ അപ്പീലുമായി സമീപിക്കാവുന്നതാണ്. ഹൈക്കോടതി അപ്പീൽ അനുവദിച്ചിട്ടില്ലാത്ത വ്യവഹാരങ്ങളിലും സുപ്രീം കോടതിക്ക് സ്വമേധയാ അപ്പീൽ അനുവദിക്കാനും ഹൈക്കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനും അധികാരമുണ്ട്. അപ്പൊ എന്താണ്? ഹൈക്കോടതി അപ്പീൽ അനുവദിച്ചിട്ടില്ലാത്ത വ്യവഹാരങ്ങളിലും സുപ്രീം കോടതിക്ക് സ്വമേധയാ അപ്പീൽ അനുവദിക്കാനും ഹൈക്കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനും അധികാരമുണ്ട്. അപ്പൊ ഇതാണ് അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. പുനഃപരിശോധിക്കുക എന്നാണ് ഈ അപ്പീൽ അധികാരം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് നിയമമാണെങ്കിലും ഏത് കേസാണെങ്കിലും അതിനെ പുനഃപരിശോധിക്കുക, അതാണ് സുപ്രീം കോടതി അപ്പീൽ അധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഉപദേശാധികാരം. ഉപദേശാധികാരത്തെ പറ്റി പറയുന്നതാണ് 143. നമ്മൾ പറഞ്ഞല്ലേ, രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കാനായിട്ട് സാധിക്കും. ഉയർന്നു വന്നതോ ഉയർന്നു വരാൻ സാധ്യതയുള്ളതോ ആയ പൊതു പ്രാധാന്യമുള്ള നിയമത്തിന്റെയോ വസ്തുതയുടെയോ ഏതെങ്കിലും ചോദ്യത്തില് ഉപദേശം ചോദിക്കാം. അതായത് ഉയർന്നു വന്നതോ ഉയർന്നു വരാൻ സാധ്യതയുള്ളതോ ആയ പൊതു പ്രാധാന്യമുള്ള നിയമത്തിന്റെയോ വസ്തുതയുടെയോ ഏതെങ്കിലും ചോദ്യത്തില് ഉപദേശം ചോദിക്കാവുന്നതാണ്. ഭരണഘടനയ്ക്ക് മുമ്പുള്ള ഉടമ്പടി, കരാർ അല്ലെങ്കിൽ സമാനമായ മറ്റു ഉപകരണങ്ങൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തർക്കത്തിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. അപ്പൊ എന്താണ്? ഭരണഘടനയ്ക്ക് മുമ്പുള്ള ഉടമ്പടി, കരാർ, കവനന്റ്, സനത് അല്ലെങ്കിൽ സമാനമായ മറ്റു ഉപകരണങ്ങൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തർക്കത്തില് രാഷ്ട്രപതിക്ക് അഭിപ്രായം തേടാം. സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കാവുന്നതാണ്. എന്നാൽ പ്രസ്തുത വിഷയത്തിൽ കോടതിയുടെ ഉപദേശമോ അഭിപ്രായമോ രാഷ്ട്രപതിക്ക് അയച്ചാൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ ആ വിഷയത്തിൽ കോടതിയുടെ ഉപദേശമോ അഭിപ്രായമോ രാഷ്ട്രപതിക്ക് അയച്ചാൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ബാധകമാണ്. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ബാധകമാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടത്തപ്പെടേണ്ടതാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടത്തപ്പെടേണ്ടതുമാണ്. അത്രയാണ് 3 തരത്തിലുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇനിയുണ്ട് പൊതു താല്പര്യ ഹർജിയുണ്ട്. പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് സുപ്രീം കോടതിയിൽ. ഏതെങ്കിലും ഒരു പൊതുപ്രശ്നത്തിൽ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഒരു കൂട്ടം ആൾക്കാർ സമർപ്പിക്കുന്ന ഹർജിയാണ് പൊതു താല്പര്യ ഹർജി. അപ്പൊ എന്താണ് പൊതു താല്പര്യ ഹർജി? ഏതെങ്കിലും ഒരു വിഷയത്തില് ഒരു പൊതുപ്രശ്നത്തില് കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഒരു കൂട്ടം ആൾക്കാർ ആവശ്യപ്പെടുന്ന ഹർജിയാണ് പൊതു താല്പര്യ ഹർജി അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയും. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഈ അധികാരപരിധി നടപ്പിലാക്കുന്നതിനുള്ള പൊതു പ്രാധാന്യത്തിന്റെ ചോദ്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തുകൊണ്ടോ ബഹുമാനപ്പെട്ട
ചീഫ് ജസ്റ്റിസിന് ഒരു കത്ത് അയച്ചുകൊണ്ടോ കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പൊ എന്താണ്, ഈ അധികാരപരിധി നടപ്പിലാക്കുന്നതിനുള്ള പൊതു പ്രാധാന്യത്തിന്റെ ചോദ്യം ഉയർത്തി കാട്ടിക്കൊണ്ട് ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ എന്താണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് ഒരു കത്തയച്ചുകൊണ്ടോ കോടതിയെ സമീപിക്കാം. അപ്പം ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ്, നമുക്കൊരു കത്തയക്കാം, അതല്ലെങ്കിൽ ഒരു റിട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കോടതിയെ സമീപിച്ച് അങ്ങനെയൊക്കെ നമുക്ക് പൊതു താല്പര്യ ഹർജി നൽകാവുന്നതാണ്. നിരവധി അവസരങ്ങളിൽ സുപ്രീം കോടതി കത്തുകൾ, ടെലിഗ്രാമുകൾ, പോസ്റ്റ് കാർഡുകൾ, വാർത്താ റിപ്പോർട്ടുകൾ എന്നിവ റിട്ട് ഹർജികളായി കണക്കാക്കിയിട്ടുണ്ട്. അത്തരം ഒരു ആശയം പൊതു താല്പര്യ വ്യവഹാരം എന്നറിയപ്പെടുന്നു. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് അറിയപ്പെടുന്നു. നിരവധി അവസരങ്ങളിൽ സുപ്രീം കോടതി കത്തുകൾ പരിഗണിച്ചിട്ടുണ്ട്, ടെലിഗ്രാമുകൾ പരിഗണിച്ചിട്ടുണ്ട്, പോസ്റ്റ് കാർഡുകൾ, വാർത്താ റിപ്പോർട്ടുകൾ എന്നിവയെല്ലാം റിട്ട് ഹർജികളായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതാണ് PIL എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു പദമാണ് അമിക്കസ് ക്യൂറി. അമിക്കസ് ക്യൂറി എന്താണ്? അമിക്കസ് ക്യൂറി കോടതിയുടെ സുഹൃത്ത് എന്നാണ് അമിക്കസ് ക്യൂറി കൊണ്ട് അർത്ഥമാക്കുന്നത്. കോടതിയുടെ സുഹൃത്ത് എന്താണ് ഇനി അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതിനായി കോടതി സ്വമേധയാ നിയമിക്കുന്ന ആ കേസുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനമാണ് അമിക്കസ് ക്യൂറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് അമിക്കസ് ക്യൂറി? ഒരു കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതിനായി കോടതി സ്വമേധയാ നിയമിക്കുന്ന ആ കേസുമായി ബന്ധമില്ലാത്ത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനമാണ് അമിക്കസ് ക്യൂറി. ഇനി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് അനുച്ഛേദങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് അനുച്ഛേദങ്ങൾ, ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് ഇമ്പോർട്ടന്റ് നോക്കാം. ആദ്യത്തെ അനുച്ഛേദം 124 ക്ലോസ് 1 ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു. ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് 124 ക്ലോസ് 1. ഇനി 124 ക്ലോസ് 2 എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, വിരമിക്കൽ, പ്രായം എന്നിവയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. 124 ക്ലോസ് 2 എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, വിരമിക്കൽ, പ്രായം എന്നിവയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. 124 ക്ലോസ് 3 എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യതയെ പറ്റി പറഞ്ഞിരിക്കുന്നു. 124 ക്ലോസ് 3 എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യതയെ പറ്റി പറഞ്ഞിരിക്കുന്നു. അടുത്തത് 124 ക്ലോസ് 4. 124 ക്ലോസ് 4ൽ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. 124(4) എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. 125 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ ജഡ്ജിമാരുടെ ശമ്പളത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. അപ്പൊ 125 അനുച്ഛേദം 125 എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരുടെയും ശമ്പളത്തെ പറ്റിയാണ് 125ൽ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 126 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിയമനം. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിയമനം 126. അടുത്തത് 127 അനുച്ഛേദം 127 സുപ്രീം കോടതിയിലെ ക്വാറം തികയാതെ വന്നാൽ അഡ്ഹോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് ക്വാറം തികയാതെ വന്നാൽ അഡ്ഹോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചാണ് 127 പറയുന്നത്. അടുത്തത് 128 വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പക്ഷം സുപ്രീം കോടതിയുടെ സിറ്റിംഗിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച്. അപ്പൊ 128 എന്താണ് പറയുന്നത്? വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പക്ഷം സുപ്രീം കോടതിയുടെ സിറ്റിംഗിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 129 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പരാമർശിക്കുന്നു. ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ്? 129 ആണ്. എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ്? സുപ്രീം കോടതിയുടെ പ്രവർത്തികൾ, വിധിന്യായങ്ങൾ, നടപടിക്രമങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ രേഖകൾ ഒരു കീഴ്ക്കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ ഒരു കാര്യവും വേറൊരു കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താണ്? സുപ്രീം കോടതിയുടെ പ്രവർത്തികൾ, വിധിന്യായങ്ങൾ, നടപടിക്രമങ്ങൾ എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നു. കൂടാതെ ഈ രേഖകൾ ഒരു കീഴ്ക്കോടതിയിലും ചോദ്യം ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ
അലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള അധികാരം. കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള അധികാരം. സുപ്രീം കോടതിയുടെ അധികാരം കുറയ്ക്കുന്നതോ ജുഡീഷ്യൽ നടപടികളിൽ ഇടപെടുന്നതിനോ നീതിന്യായ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതോ ആയ ഏതൊരു നടപടിയെയും ശിക്ഷിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും. അടുത്തത് ആർട്ടിക്കിൾ 130. ആർട്ടിക്കിൾ 130. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹിയിലാണെന്നും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിൽ എവിടെ വെച്ചും സിറ്റിംഗ് നടത്താമെന്നും അനുശാസിക്കുന്നു. അപ്പൊ 130 എന്താണ് പറയുന്നത്? സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹിയാണ് അല്ലെ, ആണെന്നും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ചീഫ് ജസ്റ്റിസിന് ഇന്ത്യയിൽ എവിടെ വെച്ചും സിറ്റിംഗ് നടത്താമെന്നും അനുശാസിക്കുന്നു. അടുത്തത് 137. സുപ്രീം കോടതിക്ക് അതിന്റെ തന്നെ ഉത്തരവുകളോ വിധിന്യായങ്ങളോ പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതിക്ക് അതിന്റെ തന്നെ ഉത്തരവുകളോ വിധിന്യായങ്ങളോ പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 137. അടുത്തത് 144. ഇന്ത്യൻ ഭൂപ്രദേശത്തിലെ സിവിലോ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. 144 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഭൂപ്രദേശത്തിലെ സിവിലോ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണം. ഇത്രയുമാണ് സുപ്രീം കോടതിയെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്.